ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 541. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുവാദം 6 സൂക്തം 68 69. ഇത് പൊതുവായിട്ടുള്ള ചില പരാമർശമാണ്. അതുകൊണ്ട് അതിൽ പല കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞു പോവുകയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പറയുന്നതല്ല. നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആദ്യം സൂക്ത 68 എന്താണ് പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുവാദം 6 സൂക്തം 68. ഋഷി ശന്താദി ദേവത സരസ്വതി ഛന്ദസ് അനുഷ്ടുപ്പ് ത്രിഷ്ടുപ്പ് ഗായത്രി. സരസ്വതി വ്രതേഷു തേ ദിവ്യേഷു ദേവി താമസു ജൂഷസ്വ ഹവ്യാമാഹുതം പ്രജാം ദേവി രരാസ്വ ന ഇദം തേ ഹവ്യം കൃതവത് സരസ്വതീദം പിതൃണാം ഹവിരാസ്യം യത് ഇമാനി ത ഉദിത ശംതമാനി തേഭിർവയം മധുമന്ദ ശ്യാമ ശിവ ന ശംതമാ ഭവ സമൃഢീക സരസ്വതി മാ തേ യുയോമ സംദൃശ. ഭാവാർത്ഥം: ഈ സരസ്വതി ഗാർഹപത്യ സ്ഥാനങ്ങളിൽ അർപ്പിക്കുന്ന ഹവ്യം സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് പുത്രാദികളെ നൽകും. കൂടാതെ ഈ ഘൃതത്താൽ അർപ്പിക്കുന്ന ഹവിസ് പിതൃക്കൾക്കായിട്ട് പ്രേരിപ്പിക്കും. കൂടാതെ ഞങ്ങളുടെ ഹവിസുകൾ സ്വീകരിച്ച് മധുരമായ അന്നം നൽകും. ഈ വാണീദേവിയുടെ ദുർഗത ഞങ്ങൾക്ക് സുഖം നൽകുക, രോഗങ്ങൾ അകറ്റുക, ഞങ്ങൾ വഞ്ചനയില് പെടരുതേ. ഈ സരസ്വതി എന്ന് പറയുന്നത് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് സരസ്വതി അതിൻ്റെ ദ്വയമായ ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്തുക. സരസ്വതി ദേവി വിദ്യയുടെ, ജ്ഞാനത്തിൻ്റെ. അപ്പം സരസ്വതി ജ്ഞാനം ഉപയോഗിച്ച് ഗാർഹപത്യാസ്ഥാനങ്ങളിൽ അർപ്പിക്കുന്ന ഹവ്യം, അതായത് വീടുകളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അർപ്പിക്കുന്ന ഹവ്യത്തെ നമ്മൾ എന്തെങ്കിലും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീട്ടിൽ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുക. ചോറ് വെക്കുന്നതിനകത്ത് പിന്നിലും ഒരു സയൻസ് ഉണ്ട്. എന്താണ് സയൻസ്? അരി വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അരിൻ്റെ അകത്ത് സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് അത് സോഫ്റ്റായിത്തീരും. അങ്ങനെ ഒരു സയൻസ് അതിൻ്റെ അകത്തുണ്ട്. ആ സയൻസ് അനുസരിച്ചാണ് നമ്മൾ വീട്ടിൽ പല കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പം അങ്ങനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അർപ്പിക്കുന്ന ഹവ്യങ്ങൾ സ്വീകരിച്ചിട്ട്, അതായത് സയൻസ് ശാസ്ത്രമാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. അപ്പം സരസ്വതി അതിനെ മാറ്റിയെടുക്കുകയാണ്. ഏതിനെ? നമ്മൾ കൊടുക്കുന്ന ഹവ്യത്തെ. ഹവ്യം എന്താണ്? അരിയും വെള്ളവും അഗ്നി. ആ ഹവ്യത്തെ സ്വീകരിച്ചിട്ട് ആ സയൻസ് അതിൻ്റെ അകത്ത് പിന്നിൽ പ്രവർത്തിക്കുന്ന സരസ്വതിയിലെ ശാസ്ത്രം അതിനെ സ്വീകരിച്ചിട്ട് നമുക്ക് ചോറ് തരും. ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുത്രാദികളെ നൽകൂ. അതായത് പുത്രാദികളെ നൽകുമ്പോഴും അവിടെയും ചിലതെല്ലാം അർപ്പിച്ചിട്ട് തന്നെയാണ് നമുക്ക് പുത്രാദികളെയെല്ലാം ലഭിക്കുന്നത്. അവിടെയെല്ലാം ചില രാസപ്രവർത്തനങ്ങളെല്ലാം തന്നെ. അതിൻ്റെ പിന്നിൽ വലിയൊരു സയൻസുണ്ട്. എങ്ങനെയാണ് പുത്രന്മാരുണ്ടാകുന്നത്? ജനിതക ഘടനയെല്ലാം കൂടിച്ചേരുന്നതെല്ലാം നെറ്റിൽ തപ്പി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. എങ്ങനെയാണ് കൊച്ചുങ്ങളായിട്ട് മാറുന്നത്? അണ്ഡവും ബീജവും എല്ലാം കൂടിച്ചേരുമ്പോൾ എന്തെല്ലാം പ്രക്രിയകൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം തന്നെയാണ് സരസ്വതിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ജ്ഞാനം. നമുക്ക് പുത്രാദികളെയെല്ലാം നൽകട്ടെ. അപ്പോൾ ഇവിടെ പുത്രൻ
മാരെല്ലാം ഉണ്ടാകുന്നത് ഉദാഹരണ സഹിതം പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ ആ ചോറ് അരി എന്താവും, നമ്മൾ കൊടുക്കുന്ന ഹവ്യം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചോറായി മാറും. കൂടാതെ ഈ കൃതത്താൽ അർപ്പിക്കുന്ന ഹവിസ് പിതൃക്കൾക്കായി പ്രേരിപ്പിക്കും. ഈ കൃതത്താൽ അർപ്പിക്കുന്ന ഹവിസ് പിതൃക്കൾക്കായിട്ട് പ്രേരിപ്പിക്കും. പിതൃക്കളെ പ്രേരിപ്പിക്കുക. പിതൃക്കളെ പ്രേരിപ്പിക്കുമ്പോൾ എന്തായി തീരും? സന്താനങ്ങൾ ഉണ്ടാകാനാണ് പറയുന്നത്. അപ്പം പിതൃക്കൾ എന്ന് പറഞ്ഞാലാണ് മരിച്ചിട്ട് മുകളിൽ പോയി വരുന്ന അവസ്ഥയാണ്. നമുക്ക് രണ്ടവസ്ഥയുണ്ട്. ഒന്ന് ഭൂമിയിൽ നമ്മളിങ്ങനെ ജീവനോടെ നിൽക്കുന്ന അവസ്ഥ. നാം എന്ന് പറയുന്നത് ആത്മാവാണ്, ശരീരമല്ല. ശരീരം ഒരു വസ്ത്രം എടുത്ത് ഇടുന്ന മാത്രമാണ്. അങ്ങനെ വസ്ത്രം എടുത്ത് ഇടുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. വസ്ത്രം എടുത്ത് കളയുമ്പോൾ നമ്മൾ പുറത്ത് ഏതോ ലോകത്തിൽ, പിതൃലോകം, ആ പിതൃലോകത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അടുത്ത ജന്മം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത ജന്മം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃതങ്ങൾ അർപ്പിക്കണം. ഹവിസ് അർപ്പിക്കുമ്പോൾ പിതൃക്കളെ പ്രേരിപ്പിക്കും. ഹവിസ് അർപ്പിക്കുമ്പോൾ നമ്മളെന്തെല്ലാം ഹവിസ് അർപ്പിക്കുന്ന? അണ്ടവും ബീജവും എല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൊച്ചുണ്ടാകും. ആ കൊച്ചു വലുതാകുമ്പോൾ ഈ പോയ മുമ്പ് മരിച്ച ആത്മാവ് ആ കൊച്ചിൻ്റെ ആത്മാവിലേക്ക് വരും. അപ്പം പിതൃക്കൾ പ്രേരിതരായിട്ട് പുതിയൊരു കൊച്ചായിട്ട് വരും. നമ്മളർപ്പിക്കുന്ന ഹവിസിലാണ് ആ മുമ്പ് മരിച്ചവരെല്ലാം കയറി പുതിയ കൊച്ചായിട്ട് വരുന്നത്. അങ്ങനെ നമ്മളുടെ ഹവിസുകൾ സ്വീകരിച്ച് മധുരതരമായ അന്നവും നമുക്ക് നൽകണേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ചോറ്, നമ്മൾ കൊടുക്കുന്ന ഹവിസ്, സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്ത്, അല്ലെങ്കിൽ പായസത്തിൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നം പായസമാക്കിയിട്ട് തരും. ഈ വാണീദേവിയുടെ ദർശനത്താൽ, വാണീദേവി എന്ന് പറഞ്ഞാൽ, വാണി എന്ന് പറഞ്ഞാൽ ശബ്ദം, ശബ്ദത്തിലൂടെയാണ്, വാക്കിലൂടെയാണ് ജ്ഞാനം ഒഴുകി വരുന്നത്. അപ്പം വാണീദേവി ആര് തന്നെയാണ്? സരസ്വതി തന്നെയാണ്. ജ്ഞാനമാണ് വാക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മൾ പഠിക്കുമ്പോഴെല്ലാം ഇങ്ങനെ വായിച്ച് പഠിക്കുമല്ല, വാക്കായിട്ട് വരികയാണ് ഇത് ജ്ഞാനം. അപ്പം ഈ വാണീദേവിയുടെ ദർശനത്താൽ ഞങ്ങൾക്ക് സുഖം നൽകുക. അങ്ങനെ സയൻസിലൂടെയാണ്, ശാസ്ത്രത്തിലൂടെയാണ് നമ്മൾ സുഖം നേടുന്നത്. ശാസ്ത്രത്തിലൂടെയാണ് സുഖം നേടുന്നത്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ സുഖം നേടും. ഈ ചുട്ട് തിന്നാൽ നല്ല രസമുണ്ടെന്ന് കാണുന്നത് എന്തുകൊണ്ടാണ്? എല്ലാതും തിന്നാൻ പറ്റും നമുക്ക്. അതേസമയം എന്ത് ചെയ്യും? പണ്ടുള്ള മനുഷ്യരെല്ലാം മൃഗങ്ങളെ കൊന്നിട്ട് ചുട്ട് തിന്നുമ്പോൾ അതിന് ടേസ്റ്റ് വരും. അതൊരു സയൻസാണ്. അതിൻ്റെ അകത്ത് ഘടനാപരമായ, ആ മാംസത്തിൽ ഘടനാപരമായ മാറ്റം വന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തീരും. അപ്പോൾ എല്ലാം നമുക്ക് സുഖം നൽകുന്നത് സയൻസിലൂടെയാണ്. രോഗങ്ങൾ അകറ്റുക, രോഗങ്ങളും മാറും. രോഗങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് സയൻസ് തന്നെയാണ് നമ്മളത് സഹായിക്കുന്നത്. ഇന്ന മരുന്ന് ഉണ്ടാക്കി കഴിച്ചാൽ മതി, അത് ശാസ്ത്രമാണ്. അത് ആയുർവേദമാകട്ടെ, അലോപ്പതി ആകട്ടെ, എന്താകട്ടെ, അതെല്ലാം സയൻസാണ്. സയൻസിൻ്റെ മഹാത്മ്യം ഇവിടെ പറയുകയാണ്. ഞങ്ങൾ വഞ്ചനയിൽ പെടരുത്. ഈ വഞ്ചനയിൽ പെടരുത് എന്ന് പറയുന്നത് പലതരത്തിലും വ്യാഖ്യാനിക്കാം. സയൻസ് തെറ്റിപ്പോയാൽ അത് നമുക്ക് ദോഷമായി തീരും. സയൻസ് പ്രകാരം തന്നെ ചെയ്യണം, അല്ലാതെ ചെയ്തു പോയാൽ ചിലപ്പോൾ അത് ശരീരത്തിന് ദോഷമായിട്ട് തീരും. അല്ലെങ്കിൽ സയൻസ് ഉപയോഗിച്ചിട്ട് നമ്മളെ വഞ്ചിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം മുളക് പൊടി എന്നെല്ലാം പറഞ്ഞിട്ട് ചോപ്പും കലർത്തിയിട്ട് പല രാസവസ്തുക്കളെല്ലാം കയറ്റി വിടുന്നുണ്ട്. കാണുമ്പോൾ നല്ല മുളക് പൊടിയാണെന്ന് തോന്നും. അതും അവിടെയും സയൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മായം കലർത്താൻ സയൻസ് ഉപയോഗിക്കുകയാണ്, കെമിസ്ട്രീനെ ഉപയോഗിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല മുളക് പൊടി എന്ന് തോന്നും. പക്ഷേ ചിലപ്പോൾ
ചുടുകല്ല് പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് മുളക് പൊടിൻ്റെ നിറയെല്ലാം ചേർത്തിട്ട് അടിച്ചു വിട്ടതായിരിക്കും. കുറച്ച് മുളക് പൊടിയും ചേർക്കും, ബാക്കി മുഴുവൻ ഇതെല്ലാം ആയിരിക്കും. അപ്പോൾ അതെല്ലാം സയൻസിൻ്റെ സംഭാവന തന്നെയാണ്. അപ്പോൾ അതും അങ്ങനെ വഞ്ചനയിൽ നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ സയൻസിനെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു. ഇനി സൂക്തം 69 കൂടി. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 69. ഋഷി ശന്താദി ദേവത സുഖം ഛന്ദസ് പങ്ക്തി. ശം നോ വാതു ശം നസ്തപതു സൂര്യ അഹാനിശം ഭവന്തു ന ശ രാത്രി പ്രതിധീയതാം ശമു ഷാ നോ വ്യുച്ഛതു. ഭാവാർത്ഥം: ഈ വായു ഞങ്ങൾക്ക് സുഖം നൽകി സഞ്ചരിക്കുമാറാകട്ടെ. സുഖദേവത സുഖം നൽകുന്ന ചൂടും നൽകട്ടെ. രാത്രിയും പകലും പ്രഭാതവുമെല്ലാം ഐശ്വര്യം നൽകട്ടെ. ഈ വായു ഞങ്ങൾക്ക് സുഖം നൽകി സഞ്ചരിക്കട്ടെ. വായു നമ്മൾക്ക് സുഖം നൽകി സഞ്ചരിക്കട്ടെ. അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അഥർവവേദമാണെങ്കിൽ എത്ര ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വായു ശുദ്ധവായു ആണെങ്കിൽ, നല്ല ശുദ്ധവായു ആണെങ്കിൽ നമ്മൾ ആരോഗ്യം കിട്ടും. അതിനല്ലേ കടപ്പുറത്ത് പോയിരിക്കുന്നു. നല്ല കാറ്റുണ്ടാകും, ഫ്രഷ് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. വീട്ടിൻ്റെ അകത്താണെങ്കിൽ ഈ കാറ്റിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. നേരെ കുറച്ച് കടപ്പുറത്താണെങ്കിൽ, ഇവിടെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടപ്പുറത്തിലാണെങ്കിൽ കാറ്റങ്ങനെ വിശാലമായ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ കാറ്റ് ഫ്രഷ് എയറാണ്, മനസ്സിനൊരു കുളിർമ നൽകും. ആ കാറ്റടിക്കുമ്പോൾ നല്ല ഒരു ഉന്മേഷം കിട്ടും. അങ്ങനെ കാറ്റടിക്കട്ടെ എന്ന് പറയുകയാണ്. സുഖം നൽകി സഞ്ചരിക്കട്ടെ, അതായത് നല്ല കാറ്റുള്ള. അതിപ്പം നമ്മളൊരു വീട് വെക്കുമ്പോഴും നല്ല സ്ഥലത്താണ്, ഇവിടെ നല്ല കാറ്റുണ്ട് എന്ന് പറയുന്നില്ല. അങ്ങനെ എല്ലായിടത്തും സഞ്ചരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം അത് നമുക്കും എല്ലാം ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എല്ലാം എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഫാനൊന്നും ഉണ്ടായിരുന്നു. കടപ്പുറത്തമാരി കാറ്റ് എല്ലാ മുറിയിലൊക്കെ അടിച്ചു പോകുമെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഈ ഫാനെല്ലാം എന്തിനാണ്? പിന്നെ അടച്ചുകൂടി കിടക്കുമ്പോൾ മാത്രം ഫാൻ ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ അതൊരു ജനറലായിട്ടുള്ളൊരു പറച്ചൽ മാത്രമാണ്. ഈ വായുങ്ങൾക്ക് സുഖം നൽകി സഞ്ചരിക്കട്ടെ. സുഖദേവത, സുഖം നൽകുന്ന ദേവതകൾ. ദേവതകൾ എന്ന് പറഞ്ഞാൽ പലരുണ്ട്, ഗ്രഹങ്ങളെല്ലാം ദേവതകളാണ്. സുഖം നൽകട്ടെ, സുഖം നൽകുന്ന ചൂട് നൽകട്ടെ. ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയും നമുക്ക് വേണം. പുറത്തിറങ്ങുമ്പോൾ അയ്യോ ശീതം പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തണുപ്പാണ്. പുറത്തിറങ്ങിക്കൂടെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ അത് സുഖമല്ല. ഒരു ശാന്തമായ ആവശ്യമുള്ള ചൂടുള്ളൊരു ചൂടാണെങ്കിൽ അന്തരീക്ഷത്തിൽ നല്ല സുഖമാണ്. അതുകൊണ്ട് രാവിലെയുള്ളൊരു ചെറിയ വെയിൽ, അല്ലെങ്കിൽ വൈകുന്നേരത്തിലുള്ള ചെറിയ വെയിൽ, ചൂട് എല്ലാം നല്ല സുഖം നൽകുന്നതാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഈ ഒരു സൂക്തത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. സുഖദേവത സുഖം നൽകുന്ന ചൂട് നൽകട്ടെ. രാത്രിയും പകലും പ്രഭാതവുമെല്ലാം ഐശ്വര്യം നൽകട്ടെ. രാത്രിയിലും ഐശ്വര്യം കിട്ടട്ടെ, പകലും ഐശ്വര്യം കിട്ടട്ടെ, പ്രഭാതത്തിലും ഐശ്വര്യം കിട്ടട്ടെ. എല്ലാ സമയത്തും നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടാൽ മതി. ഇവിടെ പ്രാധാന്യം ഇതൊന്നുമല്ല. ഇത് ഒറ്റയടിക്ക് വായിച്ച ആർക്കും മനസ്സിലാകുന്നതാണ്. ഇനി ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. പക്ഷെ ഇവിടെയുള്ള പ്രാധാന്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. ഭീകരമായ അഥർവവേദം. അഥർവവേദം കൈകാര്യം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരന്മാരാണ്. ഇപ്പം ഞാൻ ഈ വേഷത്തിലൊന്നും നിന്നാൽ പോരാ. അഥർവവേദം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ മീശയെല്ലാം വെച്ച് ഒരു ഭീകര രൂപമായിട്ട് എല്ലാം വന്നിട്ട് വേണം ഇവിടെ. ഈ പണ്ട് സിനിമയിലെല്ലാം കണ്ട അങ്ങനെയാണ്. അഥർവവേദക്കാരെന്നെല്ലാം പറഞ്ഞ ഒരു പ്രത്യേക ഗാംഭീര്യമായ മുഖമെല്ലാം. ആര് കണ്ടാലും പേടിച്ചു പോകാം. അവൻ്റെ അടുത്ത് പോയി കളയരുത്, അവൻ പട്ടീനെ പൂച്ചയാക്കി കളയും. അങ്ങനത്തെ സാധനമാണെന്നല്ലാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്.
അപ്പം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇങ്ങനെ സാധാരണ നിസ്സാര കാര്യങ്ങളെല്ലാം ഈ ഇതിലൂടെ വെച്ച് കാച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ഇതുവരെ നമ്മൾ എത്രയോ മന്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിലൊന്നും ഒരു ഭീകരരൂപവും ഇല്ല, ഈ പറയുന്ന ഒന്നുമില്ല. ഇതാണ് പട്ടീനെ അല്ല ഉണ്ടല്ലോ, പട്ടീനെ വേഷം കെട്ടിയിട്ട് വലിയ ഭീകര രൂപമായിട്ട് ചിത്രീകരിക്കുന്നത് പോലെ അഥർവവേദത്തെയും എന്തോ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും വായിച്ച് മനസ്സിലായില്ല. അതുകൊണ്ട് അങ്ങ് അടിച്ചു വിട്ടു. അഥർവവേദം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, അത് എന്തെല്ലോ ടെക്നോളജിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നിനെ വേറൊന്നാക്കുക, ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വേറൊന്നാക്കുന്നതാണ്. ഇപ്പം ടെക്നോളജി ആകുമ്പോൾ ഒന്നിനെ വേറൊന്നാക്കുക. അപ്പോൾ അവർക്ക് എന്തിനാക്കുന്നതാണെന്നൊന്നും പിടികിട്ടിയിട്ടില്ല. എന്തെല്ലോ ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന് മനസ്സിലായി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ്, മെഡിസിൻ, ഇതെല്ലാം പ്രാക്ടിക്കൽ വശമാണ്. അപ്പോൾ അവർക്ക് തോന്നി ഇതെന്തല്ലോ കൃത്യമായിട്ട് അർത്ഥമൊന്നും പിടികിട്ടിയില്ല. അതുകൊണ്ട് പട്ടീനെ പൂച്ചയാക്കുന്ന ഭീകരമായ എന്തെല്ലോ സംഗതികളാണെന്ന് അങ്ങ് ധരിച്ചു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതുവരെ കണ്ട അഥർവവേദത്തിലെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളാണ്. പക്ഷേ കുറച്ച് സയൻസ് അറിയണം. സയൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ വേദത്തിലേക്കെല്ലാം കയറാൻ പറ്റുകയുള്ളൂ. വേദം അറിയാതെ ഒരു കക്ഷി, ഇപ്പോൾ മെഡിസിൻ അറിയാതെ ഒരു കക്ഷി വലിയൊരു പാത്തോളജിയാണ് എന്തോ പുസ്തകം എടുത്തിട്ട് അതിൻ്റെ അത് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്താ അറിയാൻ പറ്റുക? ഒന്നും മനസ്സിലാകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വലിയൊരു കെമിസ്ട്രി ബുക്ക്, അല്ലെങ്കിൽ ഒരു മാത്സിൻ്റെ വലിയ MSc മാത്സിൻ്റെ ഒരു ബുക്കെല്ലാം എടുത്ത് തുറന്നു നോക്കിയാൽ എന്തെന്നാ പറയാൻ പറ്റുക? എന്തെല്ലോ ഭീകര കാര്യങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കും. പഠിച്ചവനെല്ലാം കഴിഞ്ഞാൽ ഒരു ബുക്ക് ഇല്ല. അതാണ് വേദങ്ങൾ നമ്മൾ ഭീകരമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടുള്ളത് തോന്നിയാൽ കാരണം ആ വിഷയത്തെപ്പറ്റി നമുക്കറിയാത്ത വിഷയമാണ്. പിന്നെ അറിയാത്തവരതിൻ്റെ അകത്ത് കയറിയിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം മുതലേ കുറച്ച് പഠിച്ചുകൊണ്ട് വരിക. അപ്പം പിന്നീട് നമുക്കത് ഈസി ആയിട്ട് തോന്നും.